ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming soon to receive his glorious church. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് the great tribulation period of the people of Israel. ഇസ്രായേൽ ജനത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്നതായ മഹോപദ്രവ കാലഘട്ടം അഥവാ ദാനിയേൽ പ്രവാചകനത്തിലെ 70 ആഴ്ചവട്ടങ്ങളിൽ അവസാനത്തെ ആഴ്ചവട്ടമായ the last week of the Daniel's prophecy of 70th week. ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടങ്ങളുടെ അവസാനത്തെ ആഴ്ചവട്ടമായ 70ാം ആഴ്ചവട്ടത്തിൽ സംഭവിക്കുന്നതായ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 4-5 ക്ലാസ്സുകളിലായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്നു മുതൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ മാത്രം ഈ രാത്രിയിൽ ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. അതിനായി വെളിപ്പാട് 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. വെളിപ്പാട് 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിലെ 2 വാക്യങ്ങളാണ് ഞാൻ ഇന്ന് രാത്രി വായിച്ചത്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കണ്ടു. അപ്പോ ഇന്ന് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത് ദാനിയേൽ പ്രവചനത്തിലെ ചില വാക്യങ്ങൾ കൂടെ വായിക്കുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഈ പുസ്തകം എന്തിനാണ് മുദ്രയിട്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാനത് വായിക്കാം. ദാനിയേൽ 8-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് വായിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം 16-ാം വാക്യം, ഗബ്രിയേലെ ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. 17-ന്റെ അവസാന ഭാഗം, എന്നാൽ അവൻ എന്നോട് മനുഷ്യപുത്ര ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. ശ്രദ്ധിക്കുക, ദർശനം അന്ത്യകാലത്തേക്ക് ഉള്ളതാകുന്നു എന്നാണ് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 17-ാം വാക്യത്തിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ 19-ാം വാക്യം, പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത്
അന്ത്യകാലത്തേക്ക് ഉള്ളതല്ലോ. കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്ക് ഉള്ളതല്ലോ. ഇനി 23-ാം വാക്യം. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, അവിടെയും അന്ത്യകാലത്തേക്ക്. വിഷൻ ഈസ് ഫോർ ദി എൻഡ് ടൈം. ദർശനം അന്ത്യകാലത്തേക്കുള്ളതല്ലോ എന്നാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് 23-ാം വാക്യത്തിൽ തുടക്കമാണ് ഞാൻ വായിച്ചത്. രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ എന്നാണ് 23-ാം വാക്യത്തിൽ പറയുന്നത്. ഇനി അടുത്ത 26-ാം വാക്യം. ഉഷസ്സുകളുടെയും സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്ക് ഉള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക. ശ്രദ്ധിക്കുക, 8-ാം അധ്യായത്തിന്റെ 4 വാക്യങ്ങളിലായി ദാനിയേൽ പ്രവാചകൻ പറയുന്നു ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. വിഷൻ ഈസ് ഫോർ ദി എൻഡ് ടൈംസ് എന്നാണ് 16-ാം വാക്യത്തിലുണ്ട്, അതിന്റെ 19-ാം വാക്യത്തിലുണ്ട്, അതിന്റെ 29-ാം വാക്യത്തിലുണ്ട്, 23-ലുണ്ട്, 26-ലുണ്ട്. 26-ാം വാക്യം പറയുന്നു സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ചുള്ള ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക. മനസ്സിലായോ? ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക. അടുത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നമ്മള് ആ വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുക. 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഇംഗ്ലീഷിൽ വായിക്കാം. And the vision of the evening and the morning which was told is true. Wherefore shut up the vision. Wherefore shut up the vision, for it shall be for many days. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക. ഷട്ടപ്പ്, സീലപ്പ് എന്ന വാക്കാണ് 8-ാം അധ്യായത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 8-ാം അധ്യായത്തിലെ 4 വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഈ പുസ്തകം എന്തിനാണ് അടച്ചു വെച്ചത്? ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാണ്. ഏത് പുസ്തകത്തിലെ? ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വയ്ക്കുവാൻ പരിശുദ്ധാത്മാവ്, പ്രവാചകന്റെ ആത്മാവ് ദാനിയേലിനോട് കൽപ്പിക്കുന്നു. ദാനിയേലിന്റെ പ്രവചനത്തിലെ 8-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തില്, 19-ാം വാക്യത്തിൽ, അതിന്റെ 23-ാം വാക്യത്തിൽ, അതിന്റെ 26-ാം വാക്യത്തിൽ, അങ്ങനെ 4 വാക്യങ്ങളിലായി ഈ പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതല്ലോ, പ്രവചനങ്ങൾ ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ചുള്ള പ്രവചനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക. ഷട്ട് അപ്പ് ദ വിഷൻ ഓർ സീൽ അപ്പ് ദ വിഷൻ എന്നാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി അതിന്റെ ഈ ദർശനം ബഹുകാലത്തേക്കുള്ളതാണ് എന്ന് പറയുന്ന
ചില വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാറുണ്ട്. സീൽ ഓഫ് ദ വിഷൻ എന്ന് പറയുന്ന വാക്കുകൾ 12-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോ 12-ാം അധ്യായം ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. ദാനിയേലിനോട് ദൈവം പറയുക, നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. അപ്പൊ ദാനിയേലിന്റെ പ്രവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ദാനിയേൽ പ്രവചനത്തിൽ തന്നെ ഈ പുസ്തകത്തിന് മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്ന 3 വാക്യങ്ങളുണ്ട്. 8-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിൽ പറയുന്നു, ഷട്ട് അപ്പ് ദ വിഷൻ. പ്രവചനങ്ങൾ ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കുക. മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടച്ചു വെക്കുക. അവിടെ ഇംഗ്ലീഷിലെ വാക്യം കൊടുത്തിരിക്കുന്നത് ഷട്ട് അപ്പ് ദ വിഷൻ. അടുത്തത് 12-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്ര വെക്കുക. ഇനി അവിടെ വായിക്കുന്ന ഭാഗം ഒന്നുകൂടെ, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ഇനി അത് ഞാൻ എൻ്റെ 9-ാം വാക്യം കൂടെ വായിക്കുക. 9-ാം വാക്യം, അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പോയിക്കൊള്ളുക, ഈ വചനങ്ങളെ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. കണ്ടോ, ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ, ദാനിയേലേ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ ഈ വാക്യം ഒന്ന് ഞാൻ ചിന്തിക്കുക, വായിക്കുക. ദാനിയേൽ 12-ാം അധ്യായത്തിലെ വാക്യങ്ങൾ 12-ന്റെ 12-ാം അധ്യായത്തിന്റെ 4-ഉം 9-ഉം വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുക. But thou, Daniel, shut up the words and seal the book, even to the time of the end. Even the time of the end. പുസ്തകങ്ങളെ അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിടുക. അതിന്റെ 4-ാം വാക്യത്തിൽ വായിച്ചതാണ്. ഇനി അതിന് 9-ാം വാക്യം എന്നാ പറയുന്നത് നമുക്ക് നോക്കാം. And he said, go thy way, Daniel, for the words are closed up and sealed till the time of the end. ഇംഗ്ലീഷ് ഇത് കിങ് ജെയിംസ് വേർഷനിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറഞ്ഞൊരു വേർഷൻ, ആ വേർഷത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഗോ യുവർ വേ ഡാനിയേൽ, ദീസ് വേർഡ്സ് ആർ കൺസീൽഡ് ആൻഡ് സീൽഡ് അപ്പ് ടിൽ ദ എൻഡ് ടൈം. പ്രവചന വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, ദാനിയേലിനോട് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ, ദീസ് വേർഡ്സ് ആർ കൺസീൽഡ് ആൻഡ് സീൽഡ് അപ്പ് ടിൽ ദ എൻഡ് ടൈം. ഈ കൺസീൽഡ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ബാങ്ക്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഞാനിപ്പം ബാങ്കിൽ നിന്ന് ഒരു വലിയ ലോൺ എടുത്തിട്ടുണ്ട്. സപ്പോസ് ലോൺ എടുത്തിട്ട് ഞാൻ ആ തുക തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോ ബാങ്ക് ജപ്തി നോട്ടീസ് അയക്കുന്നു.
ബാങ്ക് ജപ്തി നോട്ടീസ് അയക്കുമ്പോ ബാങ്ക് എന്റെ പ്രോപ്പർട്ടി ലോണിന് വെക്കും, ലേലത്തിന് വെക്കും. എന്റെ പ്രോപ്പർട്ടി ലേലത്തിന് വെക്കും. ലേലത്തിന് വെച്ച് കഴിയുമ്പോ ലേലം പിടിക്കാൻ പല ആൾക്കാർ വരും. അപ്പൊ ബാങ്ക് എന്റെ പ്രോപ്പർട്ടിക്ക് ഒരു വില കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവരുദ്ദേശിക്കുന്ന വില അടുത്തു വന്നില്ല എങ്കിൽ ഉടൻ തന്നെ ബാങ്കിന്റെ കോൺഫിഡൻഷ്യലായി അവരുടെ മാനേജ്മെന്റിൽ നിന്ന് ഒരു ലെറ്റർ കൊണ്ടു. എന്നിട്ട് ചോദിക്കും, കൺസീൽഡ് ടെൻഡർ ഒന്നും ഇല്ലേ? കൺസീൽഡ് ടെൻഡർ ഒന്നും ഇല്ലേ? കൺസീൽഡ് ടെൻഡർ ഇറ്റ് വിൽ ബി എ കോൺഫിഡൻഷ്യൽ ലെറ്റർ. അതൊരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയിരിക്കും. അത് ലേലം ചെയ്യുന്നവരുടെ അടുത്തേക്ക് ഈ കൺസീൽഡ് ടെൻഡർ വരും. അവരത് പൊട്ടിച്ച് വായിക്കും. അപ്പോ ഈ എന്റെ പ്രോപ്പർട്ടി ഇത്ര ലക്ഷം രൂപയ്ക്ക് ബാങ്ക് കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരോടനെ ഡിക്ലെയർ ചെയ്യും. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഷട്ടപ്പ് ദ വിഷൻ, ഇവിടെ ദാനിയേൽ പറയുന്നത്, കിങ് ജെയിംസിൽ പറയുന്നത് വിഷൻ ഈസ് ക്ലോസ്ഡ് അപ്പ്. ക്ലോസ്ഡ് അപ്പ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിലാണ് പറഞ്ഞിരിക്കുന്നത് the vision is concealed. These words have been concealed up and sealed up the prophecy എന്നാണ് ദാനിയേൽ പ്രവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺസീൽഡ് അപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു വിവരണമാണ് ഞാൻ തരുന്നത്. കാരണം ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ to the author of the prophecy. സകല പ്രവചനങ്ങളുടെയും ഉത്തരവാദിയായ സർവശക്തനായ ദൈവത്താൽ കോൺഫിഡൻഷ്യലായി സൂക്ഷിച്ചിരിക്കുന്ന പ്രവചനങ്ങളുടെ സീൽ ചെയ്ത് മുദ്രയിട്ടിരിക്കുക. അപ്പൊ ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, ഗോ യുവർ വേ and concealed these words and sealed the book. പുസ്തകങ്ങളെ മുദ്രയിടുക. sealed the book, പുസ്തകം മുദ്രയിടുക. അപ്പോ ദാനിയേൽ പ്രവാചകൻ മുദ്രയിട്ടതായ തന്റെ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ അന്ത്യകാലത്തെ പ്രവചനമായിരിക്കുന്ന, അന്ത്യകാലഘട്ടമായിരിക്കുന്ന 70-ാം ആഴ്ചവട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന അനവധി സംഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം. അപ്പൊ മനസ്സിലാക്കുക, പ്രവചനങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, ദാനിയേൽ 8-ാം അധ്യായം അതിലെ 16-ാം വാക്യത്തിലും അതിന്റെ 19-ാം വാക്യത്തിലും അതിന്റെ 23-ാം വാക്യത്തിലും 26-ാം വാക്യങ്ങളിലും 4 വാക്യങ്ങളിലായി ദാനിയേൽ പറയുന്നു, പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. വിഷൻസ് ആർ ഫോർ ദി എൻഡ് ടൈംസ്. ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. 26-ാം വാക്യത്തിൽ പറയുന്നു, ദർശനങ്ങൾ ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ച് വെക്കുക. 8-ാം അധ്യായം 26-ാം വാക്യം. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കുക. അപ്പൊ ദാനിയേൽ പ്രവാചകന്റെ 12-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ കൂടെ ഞാൻ വായിച്ചു. 12-ന്റെ 4-ാം വാക്യം, 12-ന്റെ 9-ാം വാക്യം. 12-ന്റെ 4-ാം വാക്യത്തിൽ ദാനിയേൽ ഇങ്ങനെ പറഞ്ഞു, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്ര വയ്ക്കുക. ദാനിയേലേ, these words are closed
ആൻഡ് സീൽഡ് ദ ബുക്ക്. പുസ്തകത്തിന് മുദ്രവെക്കുക. പുസ്തകങ്ങളെ മുദ്രവെക്കുക എന്നല്ല, പുസ്തകത്തിന് മുദ്രവെക്കുക. സീൽ അപ്പ് ദ ബുക്ക്. പുസ്തകത്തിന് മുദ്രവെക്കുക. അപ്പോ അതിന്റെ 9-ാം വാക്യത്തിൽ അല്പം കൂടെ ക്ലിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ പറഞ്ഞു, ദാനിയേലേ കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അവിടെയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. These words have been concealed and sealed up the book. Sealed up the book. അപ്പോ പ്രവചന പുസ്തകങ്ങളെ, പ്രവചനങ്ങളെ, ദാനിയേലിനോട് മുദ്രയിടാൻ പറഞ്ഞ പ്രവചനങ്ങളെ തുറക്കുവാൻ അധികാരമുള്ള ഒരുവൻ വെളിപ്പെട്ടു വരും. അതുവരെ ആരും തുറക്കാതിരിക്കാൻ, ആരും ഈ മുദ്ര പൊട്ടിക്കാതിരിക്കാൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ, ഇസ്രായേലിന്റെ അധികാരപുത്രൻ, ഇസ്രായേലിന്റെ മശിക വെളിപ്പെട്ടു വന്ന ദർശനങ്ങൾക്കും പ്രവചനങ്ങൾക്കും മുദ്രയിട്ടിരിക്കുന്ന മുദ്രയെ പൊട്ടിക്കാൻ അധികാരമുള്ളവൻ പുറപ്പെടുന്നത് വരെ ആരും തുറക്കാതിരിപ്പാൻ, ആരും അത് കൈകൊണ്ട് തൊടുവാൻ പോലും പാടില്ലാത്ത വിധത്തിൽ പ്രവാചകന്റെ ആത്മാവിൽ ദാനിയേൽ പറയുന്നു, ഈ പുസ്തകത്തെ അടച്ച് മുദ്രയിട്ട് വെക്കുക. അങ്ങനെ ഈ പുസ്തകത്തെ അടച്ച് മുദ്രയിട്ടു. ഇനി ഒരു വാക്യം നമുക്ക് വായിക്കാനുണ്ടോ? അത് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞൊരു വാക്യമാണ്. പ്രവാചകനായ യെശയ്യാവ് 29-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു 2 വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കും. യെശയ്യാവ് പ്രവചനം 29-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ. 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. 10-ാം വാക്യം വായിക്കുന്നു, അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. മൂടുപടം ഇട്ടിരിക്കുന്നു. അടുത്തത്, അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, പ്രവാചകന്മാർക്കും ദർശകന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. മൂടുപടം ഇട്ടിരിക്കുന്നു. അങ്ങനെ വെച്ചാൽ അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. അടുത്തത്, അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ, അത് മുദ്രയിട്ടിരിക്കുന്നല്ലോ എന്ന് പറയും. ഞാനത് ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിക്കാം. അതിന്റെ മലയാളത്തിൽ അടുത്തത്, അല്ല, ഈ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും. ശ്രദ്ധിക്കണേ, പ്രവാചകനായ യെശയ്യാവും പറഞ്ഞിട്ടുണ്ടോ? യെശയ്യാ പ്രവചനത്തിലെ വാക്യം അത് വളരെ പ്രധാനപ്പെട്ട 10-ാം വാക്യത്തിൽ പറയുക, അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. മൂടുപടം ഇട്ടിരിക്കുന്നു. അടുത്തത്, ഇങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
യെശയ്യാ പ്രവാചകൻ 8-ാം നൂറ്റാണ്ടിൽ പ്രവചിച്ച പ്രവാചകനായ യെശയ്യാ പറയുകയാണ്, പ്രവചനങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം പോലെ ആയിരിക്കുന്നു. പ്രവാചകന്മാർക്കും ദർശകന്മാരായ നിങ്ങളുടെ ദർശകന്മാർക്കും ഒരു മൂടുപടം ഇട്ടിരിക്കുന്നു. മൂടുപടം, ഒരു കവറിങ് ഇട്ടിരിക്കുക. എന്നുവെച്ചാണ് 11-ാം വാക്യത്തിൽ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. യെശയ്യാപ്രവചനത്തിലെ ആ വാക്യം ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കുകയാണ്. യെശയ്യാപ്രവചനത്തിലെ ആ വാക്യം, ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 29. യെശയ്യാ ചാപ്റ്റർ 29 വേഴ്സ് 11, 11-ാം വാക്യം. And the vision of all is become unto you as the words of a book that is sealed. The vision of all is become unto you as the words of a book that is sealed, which men deliver to one that is learned, saying, read this. He says, I cannot, for it is sealed. വിദ്യാസമ്പന്നനായ ഒരുവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ പുസ്തകം ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ അവൻ പറയും, ഈ പുസ്തകത്തിന് മുദ്രയിട്ടിരിക്കുന്നല്ലോ. അതിന് താഴെ എഴുതിയിരിക്കുന്നു, വിദ്യാഹീനനായ ഒരുവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ പുസ്തകം ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ അവനും പറയും, ഈ പുസ്തകം മുദ്രയിട്ടിരിക്കുന്നല്ലോ. അപ്പൊ ശ്രദ്ധിക്കണേ, prophecies are concealed and sealed for the end time. പ്രവചനങ്ങളെ മുദ്രയിട്ടും അടച്ചും സൂക്ഷിച്ചിരിക്കുന്നു. പ്രവചനങ്ങളെ മുദ്രയിട്ടും അടച്ചും സൂക്ഷിച്ചിരിക്കുന്നു. ഇതെന്തിനാണ് അടച്ചത്? ആരടച്ചു? ഇതാ ഞാൻ ഈ പറയുന്നത്. 5-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന പുസ്തകം എന്തിനു മുദ്രയിട്ടു? ഇതാ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുസ്തകം എന്തിനു മുദ്രയിട്ടു? Prophecies are concealed and sealed the vision till the end time. പ്രവചനങ്ങളെ അടച്ചും മുദ്രയിട്ടും അന്ത്യകാലത്തേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ദാനിയേലിനോട് ദൈവം പറയുക, ദാനിയേലേ പോയിക്കൊള്ളുക, ഈ വചനങ്ങളെ അടച്ചും മുദ്രയിട്ടും വെക്കുക. 12-ാം വാക്യം, 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ദാനിയേലേ നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഈ പുസ്തകത്തെ അടച്ച് മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോ ദാനിയേൽ അടച്ച് മുദ്രയിട്ടതായ പുസ്തകം ആണ് വെളിപ്പാട് 5-ാം അധ്യായത്തിൽ നാം കാണുന്നതായ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. യെശയ്യാവിലെ വാക്യങ്ങൾ ഞാൻ അടുത്ത് വായിച്ചല്ലോ. യെശയ്യാവിലെ വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിച്ചു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരിക്കുന്നു. These words are being sealed. ഈ പുസ്തകം മുദ്രയിട്ടിരിക്കുന്നു. അവിടെ യെശയ്യാവ് പറയുക, വിദ്യാസമ്പന്നനായ ഒരുവന്റെ കയ്യിൽ ഈ പുസ്തകം കൊടുത്തേച്ച്
അതൊന്ന് വായിക്കാൻ പറയുമ്പോൾ അവൻ പറയുന്നു, ഐ cannot because this book is sealed. എനിക്ക് സാധ്യമല്ല, കാരണം ഈ പുസ്തകം മുദ്രയിട്ടിരിക്കുന്നല്ലോ. വിദ്യാഹീനനായ ഒരുവനോട് ഇത് പറഞ്ഞാൽ അവനും പറയും, ഐ cannot because this book is sealed. ഈ പുസ്തകം മുദ്രയിട്ടിരിക്കുന്നല്ലോ. അപ്പോ പ്രവചനങ്ങളെ അടച്ചു മുദ്രയിടുവാൻ ദാനിയേലിനോട് ദൈവം കൽപ്പിച്ചു. ആരോടാ ദൈവം കൽപ്പിച്ചേ? God Almighty gave an order to the prophet Daniel. ദാനിയേൽ പ്രവാചകന് സർവശക്തനായ ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. ദാനിയേലിനോട് പറയുന്നു, ഈ പുസ്തകത്തെ അടച്ച് മുദ്ര ഇട്ട് വെക്കുക. These words are concealed and sealed up till the end time. അന്ത്യകാലത്തേക്ക്, അവസാന നാളിലേക്ക് ഈ പ്രവചനങ്ങളെ അടച്ച് മുദ്ര വയ്ക്കുക. അങ്ങനെ ദാനിയേലിനോട് അടച്ച് മുദ്ര വയ്ക്കുവാൻ അരുളി ചെയ്ത പ്രവചനങ്ങളുടെ പുസ്തകത്തിന്റെ മുദ്ര തുറപ്പാൻ ഒരുവൻ പുറപ്പെട്ടു വരുന്നത് വരെ എന്നുവരെ till the end time, അന്ത്യകാലം വരെ. എന്ന ഈ അന്ത്യകാലം ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനത്തിനാണ് മുദ്രയിടുവാൻ ദാനിയേലിന് കൽപ്പനയുണ്ടായത്. 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾക്ക് മുദ്രയിടുവാൻ ദാനിയേലിന് കൽപ്പനയുണ്ടായി. അതാണ് 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി, ദാനിയേലേ, ഈ പുസ്തകത്തെ അടച്ച് മുദ്ര വയ്ക്കുക. ദാനിയേലേ, ഈ പുസ്തകത്തെ അടച്ച് നീ മുദ്ര വയ്ക്കുക. 12:9 പറയുന്നു, ഈ പുസ്തകത്തെ അടച്ച് മുദ്ര വയ്ക്കുക. അങ്ങനെ ദാനിയേൽ അടച്ച് മുദ്ര വെച്ചതായ പ്രവചനങ്ങളുടെ പുസ്തകത്തിന്റെ മുദ്ര തുറക്കുവാൻ, മുദ്ര പൊട്ടിക്കാൻ, to open the seal, to open the book, to open the book and break the seals. പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ഒരുവൻ അധികാരമുള്ളവർ വെളിപ്പെടുന്നത് വരെ അന്ത്യകാലത്തേക്ക് പ്രവചനങ്ങൾക്ക് മുദ്രയിടുവാൻ ദൈവം ദാനിയേലിനോട് കൽപ്പിച്ചു. അങ്ങനെ ദൈവം ദാനിയേലിനോട് കൽപ്പിച്ച പ്രവചനങ്ങളെ തുറക്കാൻ യോഗ്യനായ ഒരുവൻ വരുന്നത് വരെ. ഈ നമ്മുടെ 2-ാം അധ്യായത്തിൽ വെളിപ്പാടിലോട്ട് ഞാൻ കയറാമേ. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യം, it is very very important, it is very significant word. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു. ശ്രദ്ധിക്കണേ, ഞാൻ യോഹന്നാൻ എവിടെ ഇരിക്കുന്നവന്റെ കയ്യിലാ? സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ. The one who is sat on the throne, the one who is sat on the throne, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ. Who is sitting on the throne? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാ? Who is sitting on the throne? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആര്? ആരാ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ? എല്ലാം അറിയോ? Who is sitting on the throne? The ancient of times. ദാനിയേൽ 7-ാം അധ്യായത്തിൽ 9-ാം വാക്യം, the ancient of times sat on the throne. ദാനിയേൽ
7-ന്റെ 9-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദി ഏൻഷ്യന്റ് ഓഫ് ടൈംസ് സാറ്റ് ഓൺ ദ ത്രോൺ. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, വയോധികനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാ? ദി ഏൻഷ്യന്റ് ഓഫ് ടൈംസ്. മലയാളത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് വയോധികനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദാനിയേൽ 7-ാം അധ്യായം 9-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏൻഷ്യന്റ് ഓഫ് ടൈംസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദി ആൽഫ ആൻഡ് ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. I am the Alpha, I am the Omega, I am the beginning, I am the end. അല്പം കൂടെ പറഞ്ഞാൽ I am the first and the last. ഇദ്ദേഹമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. യോഹന്നാൻ കാണുന്നു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടു. യോഹന്നാൻ കണ്ടേ? യോഹന്നാൻ കാണുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു. Who is sat on the throne? ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അതിനാണ് ഡാനിയേൽ പ്രവചനത്തിലെ വാക്യം ഞാൻ പറഞ്ഞത്. I saw the ancient of times sat on the throne. വയോധികനായവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. The ancient of time. I am that I am. The Lord Yahweh, Lord Yahweh, the creator of everything. സിംഹാസനത്തിൽ ഇരിക്കുന്ന, അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ രൂപം നമ്മൾ 4-ാം അധ്യായത്തിൽ വായിച്ചു. അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. അപ്പോ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് 4-ാം അധ്യായത്തിൽ പ്രവചന ആത്മാവിൽ യോഹന്നാൻ കണ്ടത്. യോഹന്നാൻ പറയുക, I saw one sat on the throne. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ആര് സിംഹാസനത്തിൽ ഇരിക്കുന്നു? The ancient of times sat on the throne. വയോധികനായവൻ. അതിന് ശരിയായ മലയാളം പറയുമ്പോൾ പുരാതനായവനായ യഹോവ എന്റെ സങ്കേതവും കീഴേ ശാശ്വത ഭുജങ്ങളുമുണ്ട്. ആവർത്തന പുസ്തകം മോശ പറയുന്നത്, പുരാതനായ ദൈവം എന്റെ സങ്കേതം, കീഴേ അവന്റെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇത് ഏൻഷ്യന്റ് ഓഫ് ടൈംസ് ഈസ് മൈ റെഫ്യൂജ്. പുരാതനായവൻ, പുരാതനായ ദൈവം എന്റെ സങ്കേതം, ദി ഏൻഷ്യന്റ് ഓഫ് ടൈംസ് ഈസ് മൈ റെഫ്യൂജ് എന്നാണ് മോശ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, the one who sat on the throne is the ancient of times. പുരാതനായവൻ, ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് മോശയോട് അരുളി ചെയ്ത സർവശക്തൻ, സർവവ്യാപി, സകലത്തെയും അറിയുന്നവനായ അത്യുന്നതനായ ദൈവം. ഇസ്ലാമിന്റെ ഭാഷയിൽ പറയുമ്പോൾ the Lord sitting on high and lifted throne. ഇസ്ലാമിന്റെ ഭാഷയിൽ 6-ാം അധ്യായത്തിൽ പറയുക, അത്യുന്നതനായവൻ ഉന്നതവും ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 5-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ
മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. അപ്പം എന്തിനാണ് മുദ്രയിട്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ. എന്തിനാ മുദ്രയിട്ടേ? ആരും ഇത് എടുക്കാതിരിപ്പാ. എപ്പോൾ വരെ മുദ്രയിട്ടിരിക്കുന്നു? ഇറ്റ് ഈസ് സീൽഡ് until the end times. അന്ത്യകാലം വരെ അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. ഈ പുസ്തകം അന്ത്യകാലം വരെ അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അപ്പോ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ദർശനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന, അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള പ്രവചനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവചനങ്ങൾക്ക് മുദ്രയിട്ടിരിക്കുന്നത് അത്യുന്നതനായ ദൈവമാണ്. പ്രവാചകൻ ദാനിയേലിനോട് പറഞ്ഞ പ്രവചനത്തിന് മുദ്രയിട്ടു. യെശയ്യാ 29-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, these words have been sealed as a book to you. ഒരു പുസ്തകം പോലെ ഇത് മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം പോലെ ആയിരിക്കുന്നു എന്നാണ് പ്രവാചകനായ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ this book is sealed until the end times. അന്ത്യകാലം വരുന്നത് വരെ. എപ്പോ വരെ? അന്ത്യകാലം വരുന്നത് വരെ. ശ്രദ്ധിക്കണേ, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യോഹന്നാനോട് പറഞ്ഞു, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ the things which is going to happen after these things, ഈ കാലങ്ങൾക്ക് ശേഷം സംഭവിപ്പാനുള്ള സംഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളുടെ മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം മുദ്ര തുറക്കുവാൻ സിംഹാസനത്തിലിരിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ വലങ്കരത്തിൽ നിന്ന് ഈ പ്രവചനങ്ങളുടെ മുദ്ര തുറക്കാനായി അധികാരമുള്ള ഒരുവൻ വെളിപ്പെട്ടു വരുന്നത് വരെ സകല പ്രവചനങ്ങളും അടച്ചും മുദ്രയിട്ടും സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോ സിംഹാസനത്തിലിരിക്കുന്നവൻ ആരാന്ന് ഇനി ഒന്നുകൂടെ പറയാല്ല. സിംഹാസനത്തിലിരിക്കുന്നവൻ the Almighty God, the omnipotent God, the omniscient God, the omnipresent God, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി ദൈവമാണ് സിംഹാസനത്തിലിരിക്കുന്നവൻ. ഇനി പൗലോസിനോട് നിങ്ങളത് വിളിച്ചു ചോദിച്ച് ഈ സിംഹാസനത്തിലിരിക്കുന്നവൻ ആരാണെന്ന് പൗലോസ് പറയും, ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്തതയുള്ളവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇത് കേട്ടോ, 1 തീമോത്തിയോസ് 6:15, 1 തീമോത്തിയോസ് 6:15. ധന്യനായ ഏകാധിപതി, 2 താൻ മാത്രം അമർത്യതയുള്ളവൻ, 3 അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, 4 ആരും കണ്ടിട്ടില്ലാത്തവൻ, 5 ആർക്കും കാണുവാൻ കഴിയാത്തവൻ, 6 രാജാതി രാജാവ്, 7 കർത്താതി കർത്താവ്. 7 ഗുണങ്ങളാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. 1 Timothy chapter 6 verse 15 and 16. അവിടെ ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട്. പൗലോസ് പറയുക, ഇത് ഒള്ളി പൊട്ടനച്ച്. പൗലോസ് എന്ന വാക്യം
It is very, very important. First Timothy, ഞാൻ എന്റെ വാക്യം ഒന്ന് വായിക്കാം. 6:15. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ. Which is his times he shall shew who is the blessed and only potenate. ഇംഗ്ലീഷ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇത് only potenate. ഇത് King of Kings and the Lord of Lords. ശ്രദ്ധിക്കണേ, മലയാളത്തിൽ അതിന് ശക്തമായൊരു പരിഭാഷ മലയാളം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ധന്യനായ ഏകാധിപതി, യൂണിവേഴ്സൽ മോണാർക്ക്. ധന്യനായ ഏകാധിപതി എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതിന് ഈ പൊട്ടനറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ദ യൂണിവേഴ്സൽ മൊണാർക്ക്. യൂണിവേഴ്സൽ മൊണാർക്ക്, ഏകനായ ഏകാധിപതി, ധന്യനായ ഏകാധിപതി. ഒരു മലയാള പരിഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവൻ. എന്താണ്? താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവൻ, രാജാതി രാജാവും കർത്താതി കർത്താവും ആയവൻ ഒരുവനേ ഉള്ളൂ. The one who sat on the throne. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. അപ്പം യോഹന്നാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കണ്ടു. അവൻ ആരാണ്? വെളിപ്പാട് ദാനിയേൽ പ്രവചനത്തിൽ ചെന്നപ്പം ദാനിയേൽ പറയുകയാണ്, The ancient of times sat on the throne. വയോധികനായ ഒരുവൻ എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥം എങ്ങനെയാണ്? ഇത് ancient of times എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് അധീനനായവൻ. The one who sat on the throne. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. അദ്ദേഹം ആരാണ് ഞാൻ ഈ പറയുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയാം, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അവസ്ഥ ഇരിക്കുന്ന കണ്ട്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാന്നോ ഞാനിപ്പോ പറഞ്ഞത്. ഇത് ancient of times, കാലങ്ങൾക്ക് അധീനനായവൻ. അല്പം കൂടെ പറഞ്ഞ മോശ പറയുന്നു, പുരാതനനായ ദൈവം എന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. The ancient of times, the Almighty God, Yahweh, is my refuge. പുരാതനനായ ദൈവം. മലയാളത്തില് കൊടുത്തിരിക്കുന്ന വയോധികനായവൻ. ദാനിയേൽ പറഞ്ഞപ്പം പറഞ്ഞതാ, വയോധികനായവൻ സിംഹാസനത്തിൽ ഇരുന്നു. അവന്റെ സിംഹാസനത്തിൽ ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ ദാനിയേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു. അപ്പോ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണ്? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ I am that I am. The Lord Yahweh, the creator of everything, is the omnipotent God, is the omnipresent God, is the omniscient God. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവനായ ആദിയും അന്ത്യനുമായ സർവശക്തനായ ദൈവമായ യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകൾ കൊണ്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. അപ്പോ പ്രവാചകനായ പ്രവചനയാത്മാവിൽ യോഹന്നാൻ
കണ്ടുകൊണ്ട് പറയുക, അവന്റെ വലം കയ്യിൽ. ആരുടെ വലം കയ്യിൽ? സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ. ഇദ്ദേഹം ആരാ? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അത്യുന്നതനായ ദൈവം. ഉയർന്നും ഭൂമിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യെശയ്യാ പറഞ്ഞിട്ടില്ലേ? ആ അത്യുന്നതൻ, അത്യുന്നതൻ, ദ ലോർഡ് ഓഫ് ലോർഡ്സ്, പ്രഭുക്കന്മാരുടെ പ്രഭു, ദ കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുക. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ, അവന്റെ വലം കയ്യിൽ എന്നാ അറിയോ? 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് സർവശക്തനായ ദൈവം. ഇതൊക്കെയാണ് പ്രവാചകൻ തന്റെ പ്രവചന ആത്മാവിൽ യഹോവയായ ദൈവത്തെ കുറിച്ച് പറഞ്ഞതോ. ഞാൻ രാത്രി ഒരു വാക്കിൽ പറയട്ടെ ദൈവമക്കളെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം. യെശയ്യാവിനോട് തന്നെ നിങ്ങൾ ചോദിക്കണം, ഇതാരാ? യെശയ്യാ പറയും, ഉയർന്നിയും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന് ചുറ്റും ആര് നിൽക്കുന്നു? 6-ാം അധ്യായം 1-2 വാക്യം. യെശയ്യാ 6-ന്റെ 1-2 വാക്യം. 6 സാറാഫുകൾ, 6 സാറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈനികളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അട്ടഹസിച്ച് ചാർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു ദൈവീക സിംഹാസനത്തിന് മുമ്പിൽ. വെളിപ്പാടിലോട്ട് വന്നാലോ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പുഷ്പ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. അവന്റെ ചുറ്റും പച്ചവില്ലുണ്ട്, മരതകത്തോട് സദൃശമായ പച്ചവില്ലുണ്ട് അവന് ചുറ്റും. വെള്ളോട് സദൃശമുള്ള കാലുകളും. ഒത്തിരി ഒത്തിരി വർണ്ണനകൾ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ചുറ്റിലും 24 സിംഹാസനങ്ങൾ. ആ സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ. ആ സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. അപ്പോ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ യോഗ്യത ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ദൈവമക്കളെ. അത് അവർണ്ണനീയമാണ്. എന്റെ അറിവുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തതാ ഒരു മനുഷ്യന്റെയും ജ്ഞാനം കൊണ്ട് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരെന്ന് വർണ്ണിക്കാൻ കഴിയുകയില്ല. കാരണം അത്യുന്നതനായവൻ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, സർവശക്തൻ, സർവവ്യാപി, സകലത്തെയും ഭരിക്കുന്നവൻ. അവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകൾ കൊണ്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടു. യോഹന്നാൻ കാണുക, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി, അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകൾ കൊണ്ട് മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടു. 2-ാം വാക്യം. ഈ ഭാഗം ഇത്രയും കൊണ്ട് ഇവിടെ നിർത്തിക്കുക. ഇത് ഏൻഷ്യന്റ് ഓഫ് ടൈംസ്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. ഞാൻ കഴിഞ്ഞ ചില ക്ലാസുകൾക്ക് മുമ്പ് വിവരിപ്പാനിടയായ 4-ാം അധ്യായത്തിൽ നമ്മൾ വന്നപ്പോൾ. അതുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണെന്ന് ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദി ഏൻഷ്യന്റ് ഓഫ് ടൈംസ്, കാലങ്ങൾക്ക് അധീനനായവൻ, പുരാതനനായ ദൈവം, എന്റെ സങ്കേതവും കീഴെ ശാശ്വത ഭുജമുണ്ടെന്ന് മോശ പറഞ്ഞവൻ,
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയോട് അരുളി ചെയ്തവൻ. അപ്പോ ഇനി പൗലോസിനോട് നിങ്ങൾ ചോദിക്ക, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാ? പൗലോസ് പറയും, ധന്യനായ ഏകാധിപതി. 2, താൻ മാത്രം അമർത്യതയുള്ളവൻ. 3, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. 4, ആരും കണ്ടിട്ടില്ലാത്തവൻ. 5, ആർക്കും കാണുവാൻ കഴിയാത്തവൻ. 6, രാജാതി രാജാവ്. 7, പ്രഭുക്കന്മാരുടെ പ്രഭു. ഇങ്ങനെയുള്ളവനാ സിംഹാസനത്തിലിരിക്കുന്നവൻ. ഇത് only പൊട്ടയനത്തെ യൂണിവേഴ്സൽ മൊണാർക്ക്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം ധന്യനായ ഏകാധിപതി എന്ന. ഇത് പൗലോസിന്റെ ഭാഷയാകട്ടോ. അപ്പൊ ദൈവമക്കളെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. ദാനിയേൽ പറയുന്നു, I saw the ancient of days sat on the throne to judge the people. I saw the ancient of days sat on the throne. സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് കാലങ്ങൾക്ക് അധീനനായവൻ. കാലങ്ങൾക്ക് അധീനനായ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. ഇതെന്തിനു മുദ്രയിട്ടു? എപ്പോൾ വരെ മുദ്രയിട്ടിരിക്കുന്നു? These prophecies are concealed and sealed the book until the end. അന്ത്യകാലം വരെ. എപ്പോ വരെ? അന്ത്യകാലം വരെ പ്രവചനങ്ങളെ അടച്ചും പുസ്തകത്തിന് മുദ്രയിട്ടുമിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മശിഹ വെളിപ്പെട്ടു വരുന്നത് വരെ ഈ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനുമായി മശിഹ വെളിപ്പെടുന്നത് വരെ, till the end time, അന്ത്യകാലം വരെ, this book is sealed till until the end. Until the end. അന്ത്യകാലം വരെ പുസ്തകത്തിന് മുദ്രയിട്ടിരിക്കുന്നു. ആ മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം തുറപ്പാൻ 7 മുദ്രകളാൽ മുദ്രയിട്ടപ്പെട്ട പുസ്തകം, അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം, അത് തുറപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് യോഹന്നാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ വാക്യോടെ വായിച്ച് ഈ ഭാഗം ഇന്ന് രാത്രി ഇവിടെ ക്ലോസ് ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. 2-ാം വാക്യം, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന്